നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ ബഡ്വുഡിൻ്റെ ഒരു സൈറ്റിലാണ്. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പല പ്രാവശ്യം കണ്ടപ്പോഴും ഇത്രയും നന്നായിട്ട് കാണാൻ സാധ്യതയില്ല. ഇപ്പോഴാണ് ഇതെല്ലാം സെറ്റപ്പായി വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കമ്പ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ 430 കമ്പാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നമ്മളത് ബഡ് ചെയ്യാനും പോകുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ ബഡ്വുഡ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് നമ്മൾ ഇതുപോലെ ഒരു ഹൈറ്റിൽ എപ്പോഴും മുറിക്കാവുള്ളൂ. ഇങ്ങനെ കയറ്റി മുറിക്കാവുള്ളൂ. എങ്കിലും ഇവിടെ നിന്ന് അടുത്ത മുള നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നുണ്ടോ. ഇപ്പോൾ ഇവിടെ മുറിച്ചപ്പോൾ അതിൽ നിന്ന് പുതിയ മുള ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കയറ്റി എപ്പോഴും മുറിക്കാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ പീസ്, അതായത് ഇതിൻ്റെ മുകളിലേക്കുള്ള ഇത് എടുക്കില്ല. കാരണം ഇതിന് വണ്ണം കൂടുതലായിരിക്കും. ഇതിന് ഈ ഇത് കൂടുതലായതുകൊണ്ട് നമുക്ക് നമ്മുടെ തയ്യെ ചേരില്ല. അതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്കുള്ളത് കട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് ഇത്ര എടുക്കുകയുള്ളൂ. ഈ തിരി പോലെ നിൽക്കുന്ന കൂമ്പേ നമുക്ക് മുറിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ടും വേസ്റ്റായി പോകും. കൂടിയ ഇതുണ്ട്. ഇപ്പോൾ ഇത് മുറിച്ചാൽ നമുക്ക് ഇവിടെ വെച്ചേ മുറിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ചേ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വേസ്റ്റേജ് കൂടുതൽ വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഈ തിരി പോലെ ഇരിക്കുന്നത് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കമ്പ് വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ബഡ് ചെയ്യാനുള്ള സൈഡിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷ് വെച്ചൊരു ബോക്സ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഈ ബോക്സിൻ്റെ അകത്ത് വെച്ച് അടുക്കി, അതിൻ്റെ ഇടയ്ക്ക് ഇലയിട്ട് അടുക്കി നമ്മൾ വളരെ കൃത്യതയോടും ഈ സാധനം ഒരു കാരണവശാലും ചതഞ്ഞു പോകരുത്. തമ്മി മുട്ടി ചതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെഷിൽ ഈ ബോക്സിൽ സെറ്റ് ചെയ്ത് അടുക്കിയാണ് നമ്മൾ കൊണ്ടുപോകണം. ഒരു ലെയർ അടിക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ചപ്പിടും. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതേക്കൂട്ട് ബോക്സിനകത്ത് അടുക്കുന്നത് വേറെ പാളയ്ക്കകത്തോ അല്ല ചാക്കിനകത്തോ എന്തിനകത്ത് വേണേലും കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ എങ്ങനെ വേണേലും കൊണ്ടുപോകാം. ഇതിപ്പോൾ നമ്മുടെ സൗകര്യം വണ്ടിക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒതുക്കത്തിൽ കൊണ്ടുപോകാനും വെച്ച് കഴിഞ്ഞാൽ വെയിലടിച്ച് കമ്പ് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചപ്പ്. അപ്പോൾ ഇത് ചതഞ്ഞു പോകാതിരിക്കാൻ ഒരു കാരണവശാലും ഇളകരുത്. അതിനാണ് നമ്മൾ കെട്ടി ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കെട്ടി ഒന്നും വെറുതെ വെക്കില്ല. ഇങ്ങനെ ചുമന്ന് പോയി ചുമ്മാറി കിട്ടില്ല. കാര്യം പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ നമ്മുടെ കമ്പ് മുറിച്ചെല്ലാം കഴിഞ്ഞു, സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇനിയൊരു നമ്മുടെ ഈ മാതൃസസ്യത്തിൽ നിന്ന് മുറിച്ചെടുത്ത് നമ്മുടെ ഈ കുഞ്ഞു മക്കളെ നമ്മുടെ പുതിയ സൈറ്റിൽ പുനർജീവിപ്പിക്കാനായി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു ഡോക്ടറുടെ കൃത്യനിഷ്ഠയോടും അല്ലെങ്കിൽ ഒരു പേഷ്യൻസോടും ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ദൃഢതയോടും കൂടിയൊക്കെ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.